നമസ്കാരം. സദ്ദാം ഹുസൈൻ കൊല്ലപ്പെട്ടപ്പോൾ ഏറ്റവും അധികം പ്രതികരിച്ചത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളായിരുന്നു. ഏറ്റവും അധികം വാർത്ത എഴുതിയതും സങ്കടപ്പെട്ട് കരഞ്ഞതും മലയാളത്തിലെ മാധ്യമങ്ങളായിരുന്നു. അതുതന്നെയാണ് ഹമാസ് എന്ന ഭീകര പ്രസ്ഥാനത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടപ്പോഴും സംഭവിച്ചത്. അതിൻ്റെ തുടർച്ചയാണ് ഖമനായിയുടെ കാര്യത്തിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ജനതയെ മുഴുവൻ അവരുടെ മൗലികാവകാശങ്ങൾ എടുത്തു കളഞ്ഞ് അടക്കി ഭരിച്ച ഒരു ഭരണാധികാരിയായിരുന്നു ഖമനായി. ഇസ്ലാമിക വിപ്ലവം എന്ന ഓമന പേരിട്ട് എല്ലാവരുടെയും അവകാശങ്ങൾ എടുത്തു കളഞ്ഞു. അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചവരെ ഇല്ലാതാക്കി. അത്രയും ക്രൂരതകളിലൂടെ പോയി എന്നത് മാത്രമല്ല, ഒരു രാജ്യത്തെ ഇല്ലാതാക്കും എന്ന് എഴുതി വെച്ച് ആ രാജ്യത്തോടുള്ള ശത്രുത പുതിയ തലമുറയിൽ കുത്തിവെച്ച് മുമ്പോട്ട് പോകുമ്പോൾ ആ രാജ്യത്തെ മാത്രമല്ല സുന്നി വിശ്വാസം പിന്തുടരുന്ന അയൽ രാജ്യങ്ങൾക്കും ഭീഷണിയായി മാറുന്നു. അതുകൊണ്ടാണ് സൗദിയും UAEയും കുവൈറ്റും ബഹ്റൈനും ഒക്കെ ഇറാന്റെ പരമാധികാരി കൊല്ലപ്പെട്ടപ്പോൾ മൗനം പാലിച്ചത്. ഇറാൻ എന്ന ഇസ്ലാമിക ഭരണകൂടം തകർക്കപ്പെടേണ്ടത് ആവശ്യമാണെന്ന് ഏറ്റവും നന്നായി അറിയാവുന്നത് ഈ GCC രാജ്യങ്ങളാണ്. അവിടെയുള്ളവർ ആഹ്ലാദത്തിലാണ്. ഇറാനികളിൽ വലിയൊരു വിഭാഗം ആഹ്ലാദത്തിലാണ്. പലരും ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന വീഡിയോ ദൃശ്യങ്ങൾ, വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ സ്ഥിതി എക്കാലത്തെയും പോലെ ഇക്കുറിയും തലതിരിഞ്ഞതാണ്. അനേകം പേർ വേദനിക്കുകയും കണ്ണീരൊഴുക്കുകയും ചെയ്തതിൻ്റെ കൂടെ എന്നെ ഏറെ ശ്രദ്ധിച്ചത് KT ജലീൽ എന്ന മുൻ മന്ത്രിയുടെ, ഇപ്പോഴത്തെ തവനൂർ MLAയുടെ വികാര വിക്ഷോഭമാണ്. ജലീലിക്കായ്ക്ക് സഹിക്കാനേ കഴിയുന്നില്ല ഖമനായിയുടെ ഈ ദാരുണമായ മരണം. പക്ഷെ എന്നിട്ടും ജലീലിക്ക പറയുന്നു ഖമനായി ഭാഗ്യവാനാണ്, അദ്ദേഹം സ്വർഗത്തിൽ പ്രവാചകന്മാർക്കൊപ്പം എത്തിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന്. ജലീലിൻ്റെ വികാരഭരിതമായ കുറിപ്പ് ഇങ്ങനെയാണ്: വസലാം ആയത്തുള്ള അലി ഖംനായി. അറബി അറിയാത്തതുകൊണ്ട് അതിനെ വിശദീകരിക്കാൻ എനിക്ക് സാധ്യമല്ല. ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖംനായി രക്തസാക്ഷിയായിരിക്കുന്നു. അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരായി വീരമരണം പ്രാപിച്ച 10,000-കണക്കിന് മനുഷ്യരിൽ ഏറ്റവും പ്രമുഖനായി 86-കാരനായി അലി ഖാനായിയുടെ പേർ ചരിത്രത്തിൽ തിളങ്ങി നിൽക്കും. അയത്തുള്ള റൂഹുള്ള ഖുമേനിയുടെ പിൻഗാമിയായി ഇറാന്റെ ഭൗതിക ആത്മീയ നേതൃത്വത്തിലേക്ക് വന്ന അലി ഖാമിനെ സൗമ്യതയുടെയും ലാളിത്യത്തിൻ്റെയും പ്രതീകമായി ജീവിച്ച് തൻ്റെ നാടിനെ അഭിവൃദ്ധിയിലേക്ക് നയിച്ചു. മൗലികാവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഇറാൻ ജനതയെ അടിച്ചമർത്തി ജയിലിലടച്ച് കൊല്ലാക്കൊല ചെയ്തതിന് ഒരുപാട് ചരിത്രമുണ്ട്. ഹിജാബ് ധരിക്കാത്തതിൻ്റെ പേരിൽ തൂക്കിക്കൊല ചെയ്യപ്പെട്ട അനേകം പേരുണ്ട്. അതൊക്കെയാണ് സൗമ്യതയും അഭിവൃദ്ധിയും പുരോഗതിയും എന്നെനിക്കറിയില്ല. അയത്തുള്ള റുഹുള്ള ഖുമാനിയുടെ പിൻഗാമിയായി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കണ്ണിലെ കരടായി മാറിയ ഖംനായി എന്ന വയോവൃദ്ധനെ വകവരുത്താൻ കുറച്ചു കാലമായി ട്രംപും നെതന്യാഹുവും തക്കം പാർത്തിരിക്കുകയായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ഏകപക്ഷീയമായി ഇറാനെ ആക്രമിച്ച് നടത്തിയ യുദ്ധത്തിലും മുഖ്യ ലക്ഷ്യം അലി ഖംനായി ആയിരുന്നു. ജലീൽ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ. അന്ന് ട്രംപ് പറഞ്ഞിരുന്നു, ഈ ഖംനായി എവിടെയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ വെറുതെ വിട്ടതാണെന്ന്. ആ ഖംനായിയെ കൊല്ലാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല, നിവൃത്തി കെട്ടിട്ട് ചെയ്യുന്നതാണ്. അന്ന് അണുവായുധം തകർക്കാൻ ശ്രമിച്ചു. അത് തകർക്കാതെ വന്നപ്പോഴാണ് ഇപ്പോൾ ഖംനായിയെ കൊല്ലാൻ ശ്രമിച്ചത്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ടാർഗറ്റ് അണുവായുധ കേന്ദ്രങ്ങളായിരുന്നു. കാരണം ഇറാൻ അണുവായുധമുണ്ടാക്കിയാൽ ലോകം ഒട്ടും സുരക്ഷിതമല്ലായിരുന്നു. തൻ്റെ മരണം മുന്നിൽ കണ്ട അലി ഖംനായി സ്വന്തം ജീവന് വേണ്ടി ഇറാൻ്റെ അഭിമാനം അടിയറ വയ്ക്കാൻ തയ്യാറായില്ല. മരണമാണ് തനിക്ക് ദൈവം തരുന്നതെങ്കിൽ അത് സ്വീകരിക്കാൻ ഒരുങ്ങിയിരുന്നു ആ ധീരൻ. പിൻഗാമി അടക്കം നിശ്ചയിച്ച് എല്ലാ നിർദ്ദേശങ്ങളും അനുചരന്മാർക്ക് നൽകി. പിൻഗാമി നിശ്ചയിച്ചെങ്കിൽ പിന്നെ എന്തിനാണ് പിൻഗാമി നിശ്ചയിക്കാൻ ഇപ്പോൾ 3-അംഗ കമ്മിറ്റി എടുത്തിരിക്കുന്നത്? പശ്ചിമേഷ്യയിലെ എണ്ണപ്പാടങ്ങളിൽ കണ്ണുവെച്ച് നടന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ നിന്ന് എല്ലാവരെയും ഒന്നൊന്നായി കയ്യൂക്കുകൊണ്ട് തീർക്കുകയാണ് ലോക പോലീസ് ചെയ്തത്. റംസാന്റെ ആദ്യ 10-ലെ അവസാന നിമിഷങ്ങളിലാണ് അലി ഖംനായി വീര രക്തസാക്ഷിത്വം വരിച്ചത്. ഇന്ത്യയുമായി നല്ല ബന്ധത്തിലാണ് അലി ഖംനായി വർത്തിച്ചത്. പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഖംനായും ഇറാനും ഇന്ത്യയുടെ കൂടെ നിന്നു. എന്തായിരുന്നു ഇന്ത്യയുടെ പ്രതിസന്ധി ഘട്ടങ്ങൾ, എങ്ങനെയായിരുന്നു കൂടെ നിന്നത് എന്ന് മാത്രം നമുക്കാർക്കും അറിയില്ല. നമ്മുടെ രാജ്യത്തിന് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സുഹൃത്തിനെയാണ് അലി ഖംനായിയുടെ രക്തസാക്ഷിത്വത്തിലൂടെ നഷ്ടമായത്. ദൗർഭാഗ്യവശാൽ ഖംനായിയുടെ വധത്തെ അപലപിക്കാൻ നരേന്ദ്രമോദി ഇതുവരെയും തയ്യാറായിട്ടില്ല. സ്നേഹത്തിന് പകരം സ്നേഹം നൽകാൻ ഇന്ത്യക്കായില്ലെന്ന് ചുരുക്കം. പ്രിയപ്പെട്ട ജലീലിക്ക, മോദി മുസ്ലിം വിരുദ്ധനാണെന്നാണല്ലോ നിങ്ങളൊക്കെ പറയുന്നത്. മോദി കുറ്റം പറയുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് അപലപിക്കാത്തത് എന്ന് സൗദിയിലെയും UAEയിലെയും ബഹ്റൈനിലെയും കുവൈറ്റിലെയും ഖത്തറിലെയും ഒക്കെ ഭരണാധികാരികളോട് ചോദിക്കുക. അവരെല്ലാം മുസ്ലിം രാഷ്ട്രങ്ങളാണ്. അവരുടെ സഹോദരനാണ് കൊല്ലപ്പെട്ടത്. അവർക്കാർക്കും ഇല്ലാത്ത വിഷമം മോദിക്ക് എന്തിനാണ് ഉണ്ടാവുന്നത് എന്ന് ജലീലിക്ക ഉത്തരവ് നൽകണം. അവർക്ക് എന്തിനാണ് പിന്നെ ഖമനായിയെ കൊല്ലാൻ വേണ്ടി കൂട്ടുനിന്നത്? എന്തിനാണ് കൊലപാതകത്തിന് ശേഷം ഈ രാജ്യങ്ങളെ ഈ ഇറാൻ ആക്രമിക്കുന്നത്? അമ്മാറും യാസിറും ഹംസയും ഉമറും ഉസ്മാനും അലിയും ഹസനും ഹുസൈനും സദ്ദാം ഹുസൈനും മുഹമ്മദ് ഗദ്ദാഫിയുമുള്ള ലോകത്തേക്ക്
യാത്രയായ ഇറാന്റെ പരമോന്നത നേതാവ് അങ്ങേക്ക് സലാം. ഓർക്കണേ, ഭീകരവാദത്തിന് പേരുകെട്ട പലരും ഇക്കൂട്ടത്തിലുണ്ട്. ഭരണാധികാരികളെ, ഇവരൊക്കെ നിരപരാധികളെ, മനുഷ്യരെ കൊന്നുതള്ളിയവരാണ്. അവരൊക്കെ ഇരിക്കുന്നിടത്തേക്കാണ് ഖംനായിയും പോകുന്നത് എന്ന് പറയുമ്പോൾ ഖംനായിയും നരകത്തിലേക്ക് പോകുന്നു എന്നാണോ ജലീലിക്കായുടെ ഭാഷ്യം? പ്രവാചകർക്കൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അവസരം ലഭിച്ച അങ്ങ് ഭാഗ്യവാനാണ്. ഇതേക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. 86 വയസ്സ് വരെയും സിംഹത്തെ പോലെ താങ്കൾ ജീവിച്ചു. ഒരു ബാഹ്യശക്തിയുടെ മുന്നിലും തലകുനിച്ചില്ല, മുട്ടുമടക്കിയില്ല, അഭിമാനം അടിയറ വെച്ചില്ല, കീഴടങ്ങിയില്ല. ലോകത്തിന് മുമ്പിൽ തലയുയർത്തി പിടിച്ച് തന്നെ നിന്നു. ജനമനസ്സുകളിൽ നിന്ന് ഒരിക്കലും മായാത്ത തലപ്പാവും പ്രസന്നമുഖവും നരച്ച് നീണ്ട താടിയും ആകർഷകമായ പുഞ്ചിരിയും ദയാർദ്രമായ മുഖവും സൗമ്യഭാവവും തലയെടുപ്പുള്ള അസാമാന്യമായ വ്യക്തിത്വവും അവശേഷിപ്പിച്ച് പരലോകം പൂകിയ മഹാമനുഷ്യരെ അങ്ങേക്ക് പ്രാർത്ഥനാ നിർഭരമായി വിട. അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളുടെ നാശമാണ്. അതിനുതകും വിധം ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു ശ്രമവും ഉണ്ടാകാതെ നോക്കാൻ അലി ഖംനായിയുടെ പിന്മുറക്കാരന് ഉത്തരവാദിത്വമുണ്ട്. എല്ലാ മിസൈലുകളും ഡ്രോണുകളും ട്രംപിനും നെതന്യാഹുവിനും നേരെയാവട്ടെ. UAEയും ഖത്തറും ബഹ്റൈനും കുവൈത്തും ഒമാനും സൗദിയും ഇറാന്റെ ശത്രുക്കളല്ല. ആ ഓർമ്മ ഇറാനിലെ പുതിയ നേതൃത്വത്തിന് ഉണ്ടാവണം. ലക്ഷക്കണക്കിന് മലയാളികളുടെ ജീവിതത്തിന് മേലും അവർക്ക് അഭയം നൽകുന്ന അറബ് ഭരണകൂടങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മേലും ആശങ്കയുടെ നിഴൽ പടർത്താതെ ഇറാൻ സൈന്യം സസൂക്ഷ്മം നോക്കണം. അതോടൊപ്പം ഇറാനെ തകർക്കാൻ അറബ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കരുത്. തങ്ങളുടെ രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളിൽ നിന്ന് ഇറാൻ ലക്ഷ്യമാക്കിയുള്ള മിസൈലുകളും ബോംബർ വിമാനങ്ങളും പറന്നുയരാതിരിക്കാനുള്ള ജാഗ്രത ഗൾഫ് മേഖലയിലെ ഭരണാധികാരികൾ കാണിക്കണം. കെൽപ്പും തൻ്റെ ഇടവുമുള്ള രാഷ്ട്ര നേതാക്കളെ മുഴുവൻ ഇല്ലാതാക്കി ലോകം മുഴുവൻ കാൽക്കീഴിൽ ഒരുക്കാനാണ് ലോകത്തെമ്മാടികളായ റൊണാൾഡ് ട്രംപും നെതന്യാഹുവും ശ്രമിക്കുന്നത്. പരസ്പരം തമ്മിലടിച്ച് തീരാനുള്ളതല്ല മധ്യപൗരസ്ത്യ രാഷ്ട്രങ്ങളെ എണ്ണസമ്പത്തും മനുഷ്യരും. ആ ഓർമ്മ ഇറാനും ഗൾഫ് രാജ്യങ്ങൾക്കും ഒരുപോലെ ഉണ്ടാവണം. ഒറ്റ മുദ്രാവാക്യമേ എങ്ങും എവിടെയും ഉണ്ടാകാൻ പാടുള്ളൂ: ചലോ ചലോ ഇസ്രായേൽ, ചലോ ചലോ വൈറ്റ് ഹൗസ്. സത്യത്തിൽ GCC രാജ്യങ്ങളെ ഭരണാധികാരികൾക്ക്, അവിടുത്തെ രാജാക്കന്മാർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണല്ലോ അവരിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഇവരുടെയൊക്കെ, അത് സൗദി അറേബ്യയുടെ ആണെങ്കിലും UAEയുടെ ആണെങ്കിലും ബഹ്റൈൻ്റെ ആണെങ്കിലും ഖത്തറിൻ്റെ ആണെങ്കിലും ഒക്കെ മുഖ്യ ഉപദേഷ്ടാവായി ജലീലിനെ നിയമിക്കേണ്ടതാണ്. ജലീലിനാണ് കൃത്യമായി രാഷ്ട്രീയം അറിയാവുന്നത്. ഇറാനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അമേരിക്ക എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ജലീൽ പറയുന്നത് പോലെ ഈ രാഷ്ട്രത്തലവന്മാർ ചെയ്യുമെന്ന് കരുതാം. അവരിപ്പോൾ അമേരിക്കയെ പിന്തുണയ്ക്കുന്നത്, ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് ജലീലിൻ്റെ ഉപദേശപ്രകാരം തിരുത്തുമെന്നും കരുതാം. ഈ പോസ്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വരി ഒരിക്കൽ കൂടി ആവർത്തിക്കാം. പരമോന്നതനായ നേതാവേ, അങ്ങേക്ക് സലാം. പ്രവാചകർക്കൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അവസരം ലഭിച്ച അങ്ങ് ഭാഗ്യവാനാണ്. എന്ന് വെച്ചാൽ ഖൊമൈനിയുടെ മരണം ഒരു ഭാഗ്യമാണെന്ന് ജലീൽ വിലയിരുത്തുന്നു. ഖൊമൈനി സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നു, പ്രവാചകർക്കൊപ്പം ഇനി അവിടെ വസിക്കും. അതുകൊണ്ട് ഭാഗ്യം ചെയ്ത ജന്മമാണ് എന്നാണ് ജലീലിൻ്റെ വിലയിരുത്തൽ. ജലീലിക്കായോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഭാഗ്യം ചെയ്തതാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയധികം വിലപിക്കുന്നത്? സ്വർഗത്തിലേക്ക് വേഗത്തിൽ ഖൊമൈനിയെ അയച്ച അമേരിക്കയോടും ഇസ്രായേലിനോടും നന്ദി പറയുകയല്ലേ ചെയ്യേണ്ടത്? പിന്നെന്തിനാണ് ചലോ 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 എന്ന് പറഞ്ഞ് അവിടേക്ക് മിസൈൽ അയക്കാൻ നിർദ്ദേശിക്കുന്നത്? സ്വർഗത്തിലേക്ക് പോവുക എന്നതാണ് ജീവിത ലക്ഷ്യം എന്ന് ജലീൽ വിശ്വസിക്കുന്നു. സ്വർഗത്തിലേക്ക് പോകാൻ അവസരമൊരുക്കിക്കൊണ്ട് ഇസ്രായേലും അമേരിക്കയും. പിന്നെ എന്തിനാണ് വിലപിക്കുന്നത്, സങ്കടപ്പെടുത്തുന്നത്, കുറ്റപ്പെടുത്തുന്നത്, പ്രതികാരം ചെയ്യുന്നത്? ഇത്രയധികം ഭാഗ്യം ചെയ്ത ഒരു വിധി ജലീൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഇപ്പോൾ ഇറാനിലേക്ക് പോവുക, അവരെ പിന്തുണയ്ക്കുക. ഇല്ലെങ്കിൽ വേണ്ട, സൗദിയിലേക്കോ UAEയിലേക്ക് പോയാൽ മതി. അവിടെ ചെന്ന് ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ നിലപാടെടുത്താൽ മതി. വേഗത്തിൽ സ്വർഗത്തിൽ പോകാൻ കഴിയും. സ്വർഗത്തിൽ പോകാൻ മോഹിക്കുന്നവർ, സ്വർഗത്തിൽ പോകുന്നത് ഭാഗ്യമാണെന്ന് കരുതുന്നവർ, ഖൊമൈനി ഓർത്ത് അഭിമാനം കൊള്ളുന്നവർ, ജലീലിനെ പോലുള്ളവർ തീർച്ചയായും സ്വർഗത്തിൽ പോകാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുതേ. എത്രയും വേഗം അതിനുവേണ്ടി ഗൾഫിലേക്ക് വിമാനത്തിൽ പോകണം എന്ന് അപേക്ഷിക്കുന്നു. ഇവിടെ മോദിയുടെ വംശഹത്യ രാഷ്ട്രത്തിൽ താമസിക്കുന്നതിനേക്കാൾ എത്ര സുഖകരമാണ് GCCയിൽ പോയി താമസിക്കുന്നത്, ഇറാനിൽ പോയി താമസിക്കുന്നത്. വേഗത്തിൽ സ്വർഗത്തിൽ പോകാനുള്ള ഈ അവസരം, ഈ ചാൻസ് നഷ്ടപ്പെടുത്തരുതേ എന്നാണ് സ്നേഹപൂർവ്വം ജലീലിനോട് എനിക്ക് പറയാനുള്ളത്.